ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണേ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒന്നൊരു ഈവനിങ് വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കാനോ ഉള്ള സമയമൊന്നും കിട്ടിയില്ലായിരുന്നു, മോന് പരീക്ഷയൊക്കെ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ ഉച്ചയോടൊക്കെ കഴിഞ്ഞ് ഒരുവിധം പണികളൊക്കെ ഒതുക്കി ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ ജോലി തുടങ്ങിയതാണ്. ആദ്യം മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് കരുതി. ഒരുപാട് ചപ്പുണ്ടായിരുന്നു, മുല്ലപ്പൂക്കളും ഒക്കെ ആയിട്ട് കുറേ കിടപ്പുണ്ടായിരുന്നു. ഇപ്പം മുല്ലപ്പൂവിൻ്റെ സീസണാണല്ലോ, അപ്പം മുല്ലപ്പൂവിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇവിടെ അടിച്ചു കൂട്ടി കത്തിക്കാനുള്ള സൗകര്യങ്ങളൊന്നും നമുക്കില്ല, അപ്പോൾ അതൊക്കെ ഒരു ചാക്കിലാക്കി വെക്കുവേ. പിന്നെ ഒരു പുതിയ ഒരു അതിഥിയെ കാണിക്കാവേ. ഇതിനെ കണ്ടോ? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. ഒരു ചിത്രശലഭത്തിൻ്റെ കാറ്റഗറി പെടുന്നതാണെന്ന് തോന്നുന്നു. അത് ഞാൻ പിരയ്ക്കാൻ കടിക്കാമെന്ന് വിചാരിച്ച് ചൂടെടുക്കാൻ പോയപ്പോൾ കണ്ടതാണ് ആശാനെ. അപ്പോൾ അനക്കമൊന്നുമില്ല, പേടിച്ച് കൊണ്ട് താഴെയിട്ട് തട്ടിയൊക്കെ നോക്കി. അപ്പോൾ താഴെ വീണിട്ടുണ്ട്. ഇത് ഞാൻ ഓർത്ത് ചത്തുപോയി കാണുമായിരിക്കുമെന്ന് വിചാരിച്ച് ചൂലും കൊണ്ട് ഞാൻ തട്ടി നോക്കുവാണേ. തട്ടിയിട്ട് അനങ്ങുന്നൊക്കെയുണ്ട്. പിന്നെ ഒരൊറ്റ പറക്കലായിരുന്നു അവിടുന്ന്. അതതിൻ്റെ പാട്ടിന് പോയി. സമയം ഇപ്പോൾ ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിരയ്ക്കകം കൂടെ ഒക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പിരയ്ക്കകം കൂടെ തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുറ്റപടിക്കലും പിരയ്ക്കകം വൃത്തിയാക്കലുമാണ് കുറച്ച് ടാസ്ക്കുള്ള പണി. ഇന്ന് എൻ്റെ ജോലികളൊക്കെ കുറച്ച് താമസിച്ചാണ് കേട്ടോ. സാധാരണ 4 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ ഇറങ്ങും മുറ്റമടിക്കാനൊക്കെ. അപ്പോൾ ഇന്ന് ഇച്ചിരി താമസിച്ച് പോയി. അകമെല്ലാം അടിച്ചു വാരി ഇപ്പോൾ അതിൻ്റെ വേസ്റ്റും കൂടെ കൊണ്ട് കളയുവാണ്. പിന്നെ പെട്ടെന്ന് തന്നെ കൈയും കാലും മുഖമൊക്കെ കഴുകി ഞാൻ അകത്തേക്ക് കയറുവാണ്. അപ്പം വിളക്ക് കത്തിക്കാൻ ടൈമായി. 6 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ വിളക്ക് കത്തിക്കും. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ ഞാൻ എന്നും കൃത്യ ടൈം 6 മണിയാകുമ്പോഴേ ഞാൻ കത്തിക്കും. അപ്പം നിലവിളക്കൊക്കെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഞാൻ നിലവിളക്ക് കത്തിക്കാൻ പോവുകയാണ്. വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് തന്നെ പോയേ. അപ്പം വൈകിട്ടത്തെ ചപ്പാത്തിക്ക് എന്തെങ്കിലും കറി വെക്കണമല്ലോ. ഫ്രിഡ്ജിൽ കിഴങ്ങുണ്ടോ എന്ന് നോക്കി. ഇപ്പോൾ കിഴങ്ങ് കുറച്ചേ ഉള്ളൂ. പിന്നെ എന്നാൽ കുറച്ച് സോയാബീൻ ഉണ്ടെങ്കിൽ അത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സോയാബീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് മസാലക്കറി പോലെ എങ്ങും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സോയാബീൻ പെട്ടെന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തേക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ച്. അപ്പോൾ അതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുത്ത് അതപ്പം പെട്ടെന്ന് എനിക്ക് കുതിർന്ന് കിട്ടുകയും ചെയ്യും, കറി പെട്ടെന്ന് ആക്കുകയും ചെയ്യാമല്ലോ. ആ സമയം കൊണ്ട് അതൊക്കെ ഒന്ന് കുതിരട്ടെ. അപ്പോൾ നമുക്കൊന്ന് ടെറസിൻ്റെ മുകളിൽ പോയി താമരയും ഗപ്പിക്കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നോക്കാവേ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ താമര. ഇതുപോലൊരു നെറ്റ് അടിച്ചിട്ടിരിക്കുന്നത് വെച്ചാൽ ഞാൻ എപ്പോൾ കൊണ്ട് ഗപ്പിക്കുഞ്ഞുങ്ങളെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാലും പിറ്റേ ദിവസം വന്ന് നോക്കുമ്പം കാണുകയില്ല കേട്ടോ. അതിനെല്ലാം കാക്ക ഒട്ടിക്കൊണ്ട് പോവേ. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. ഒരെണ്ണം ചത്ത് കിടക്കുക കേട്ടോ. അതെന്താ സംഭവം ഒന്നും അറിഞ്ഞുകൂടാ, ഒരെണ്ണം ചത്തുപോയി. പോണത് പോട്ടേന്ന് വെക്കാം. അപ്പം ബാക്കിയെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. കണ്ടോ ഒരെണ്ണം വന്ന് നിൽപ്പുണ്ടേ. അപ്പോൾ ഇതിൽ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ബാക്കിയൊന്നിനും കുഴപ്പമില്ല. ബാക്കി എല്ലാവരും സേഫായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അപ്പുറം ഒരു താമരക്കുളവും ഉണ്ട്, അതിനകത്തും കുറച്ചിട്ടിട്ടുണ്ട്. അതിനകത്തും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവവും ഒക്കെ അങ്ങ് മാറാൻ തുടങ്ങി. നല്ല കാറ്റുണ്ട്. ഇപ്പോൾ മുകളിലോട്ട് നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവുകയില്ലെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയേ. പിന്നെ അടുക്കളയിലെ ജോലികളെല്ലാം നോക്കാൻ തുടങ്ങി. ബാക്കി പരിപാടിയൊക്കെ അങ്ങ് ചെയ്തേക്കാമെന്ന് വെച്ചു. അപ്പോൾ കറിക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് വെച്ചേ. അപ്പോൾ സബോളയും ബാക്കി സാധനങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ്. ആ സമയം കൊണ്ട് ഭയങ്കര കാറ്റും വിളങ്കവും ഒക്കെയാണ്. ഭയങ്കര കാറ്റായിരുന്നു. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ചാലും അപ്പം മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അതിൻ്റെ കണ്ണിലോട്ടൊക്കെ പൊടിയെല്ലാം പാറിപ്പറന്നു. നമ്മൾ വൈകുന്നേരമൊക്കെ അടിച്ചിട്ട് മിറ്റം വീണ്ടും ചപ്പായി കിടപ്പുണ്ട്. എല്ലായിടവും ചപ്പ് വീണ്ടും വീണു. ഇനി എനിക്കത് സങ്കടവും കൂടെ വന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. കറിക്കുള്ളതെല്ലാം കുക്കറിലോട്ടാക്കി അങ്ങ് വെച്ചു, അടുപ്പത്ത് കയറ്റി വെച്ചു. അപ്പോൾ അതിനെ കുക്കറിലിരുന്ന് ഒരു പീസ് വരുന്നത് വരെ ഒന്ന് വേകട്ടെ എന്ന് വെച്ച്. അപ്പോഴേക്കും ഇളയ സന്താനം വന്നു കേട്ടോ, എൻ്റെ മോൻ അച്ചുകുട്ടൻ. അവൻ വന്ന് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ അവന് കഴിക്കാനുള്ള ഫുഡും കൂടെ കൊടുക്കുമായിരുന്നു അതിനിടയ്ക്ക്. അപ്പം നല്ല മഴ പെയ്തായിരുന്നു, മഴയൊക്കെ വീണായിരുന്നു. എൻ്റെ വെള്ളമെല്ലാം ആയി മുറ്റത്ത്. ഇപ്പോൾ ചപ്പെല്ലാം അടിഞ്ഞ് അവിടെ വെള്ളം ബ്ലോക്കായി കിടക്കുക. അപ്പോൾ അമ്മ വന്ന് ആ ചപ്പെല്ലാം തൂത്തുവാരി കളയുകയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടുള്ള ടൈമല്ലേ. ചൂട് സമയത്ത് ഇതുപോലൊരു ഇടയ്ക്ക് വേനൽ മഴ പെയ്യുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലേ എല്ലാവർക്കും. അപ്പോൾ എൻ്റെ അച്ചുക്കുട്ടനും മഴയെ ആസ്വദിക്കുകയാണ്. ഞാൻ പിന്നെ പിടിച്ചകത്തോട്ട് കയറ്റി. ഒരാൾ കിടന്ന് ഉറക്കമാണ്.
അവനെ നോക്കാൻ പോയപ്പോൾ മോടി കരഞ്ഞു വന്നത് എടുക്കാൻ പറഞ്ഞുകൊണ്ട് പിന്നെ ആശാൻ താഴോട്ടങ്ങിരുന്ന് ഞാൻ എടുക്കാത്തതിന് ഞാൻ വിളിച്ചിട്ട് വരികയല്ല, പിന്നെ വാശിയാണല്ലോ. പിന്നെ ഞാൻ കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ആശാന് സമാധാനമായേ. പിന്നെ കറിയെല്ലാം ഏകദേശം ആക്കി വെച്ചു. പിന്നെ ഞങ്ങൾക്ക് ചപ്പാത്തിയാണ്, പിന്നെ ഏട്ടായിക്ക് അവൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് അവൽ നനയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവൽ നനയ്ക്കാനുള്ള തേങ്ങ എല്ലാം ചിരണ്ടി ബാക്കി പരിപാടികൾ ചെയ്യുവാണ്. അവലിന് വേണ്ട എല്ലാം എടുത്ത് റെഡിയാക്കി അതും നനച്ച് വെച്ചു. പിന്നെ 2 പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വൃത്തിയാക്കി അതും കൂടെ വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഈവനിങ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്കും തരണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ.